ഒരു ചോദ്യം കൂടി. ജോസ് കെ മാണിയെ തിരികെ കോൺഗ്രസിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ചർച്ചകൾ കെ സി ജോസഫ് പക്ഷം അതിനെ അനുകൂലിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളിൽ കിട്ടേണ്ട സമയത്തേക്ക് അറിവ് കിട്ടും. കിട്ടേണ്ടത് അറിവ് കിട്ടും. കുര്യൻ സാറിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ ഞാൻ വന്നാണ്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ അവസാന ഭാഗങ്ങളായിരുന്നു. നേരത്തെ അദ്ദേഹം അയോധ്യ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് നമുക്കറിയില്ല. അനൂപ് തുടരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത് വെട്ടിലാക്കിയിട്ടില്ല, കെണിയിൽ പെട്ടിട്ടില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രതികരണം അറിയിച്ചു എന്ന് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും കോൺഗ്രസിൽ നിന്നൊരു ഔദ്യോഗിക നിലപാട് വരേണ്ട സമയം അതിക്രമിച്ചില്ലേ? വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. കെ സി വേണുഗോപാലുമായി കഴിഞ്ഞ 3 ദിവസം ഈ അയോധ്യ വിഷയത്തിലെ നമ്മൾ സംസാരിച്ചിരുന്നു. അത് ബൈറ്റ് എടുക്കാൻ ശ്രമിച്ചിരുന്നു. ആദ്യ ദിവസം ഒഴിഞ്ഞുമാറി, രണ്ടാമത്തെ ദിവസം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിലാണ് ഇന്നലെ അദ്ദേഹം കുറച്ചെങ്കിലും കാര്യം പറയാൻ, ഞങ്ങൾ വിട്ടിലാവില്ല എന്നൊക്കെ നടന്നു പോകുന്നതിനിടയിൽ പറയാൻ തയ്യാറായത്. പക്ഷേ അതേസമയം നമ്മൾ നോക്കണം, ഇതിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പറയുന്ന മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ട്. ശശി തരൂരാണ്. ശശി തരൂർ ആദ്യ ദിവസം കേരളത്തിൽ പത്തനംതിട്ടയിൽ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തരൂർ പറഞ്ഞു 2014 വികസന നായകനായി മോദി അവതരിപ്പിച്ചു BJP. 2019 ആകുമ്പോഴത്തേക്ക് കൂടുതൽ നേട്ടങ്ങൾ ജനങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു. പക്ഷേ 2024 സന്ദേശം നോക്കൂ. ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന നിലയിൽ മോദി അവതരിപ്പിക്കുകയാണ്. അതല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ 1 വർഷം കൊടുക്കുമെന്ന് പറഞ്ഞ 2 കോടി വീതമുള്ള തൊഴിലെവിടെ എന്ന് ശശി തരൂർ ചോദിക്കുന്നു. ഒപ്പം തന്നെ അക്കൗണ്ടിൽ പണമിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ ജനങ്ങളുടെ അക്കൗണ്ടിൽ, എവിടെ അത് എന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ അച്ഛയദിൻ വരുമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ, അതെവിടെ എന്ന് ചോദിക്കുന്നു. അതിന് പകരം ഹിന്ദു എന്ന വികാരം ഉയർത്തിക്കാണിക്കാനല്ലേ നിങ്ങൾ 2024 ശ്രമിക്കുന്നത് എന്ന് ശശി തരൂർ ചോദിക്കുന്നുണ്ട്. അത്ര പോലും സ്റ്റേണായി നിന്ന് കാര്യങ്ങൾ ചോദിക്കാൻ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ ഈ വിഷയത്തിൽ കഴിയുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല. പകരം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം, ഇതിൽ നേതാക്കളൊന്നും പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ്. ശശി തരൂർ MP പ്രതികരണം ഉണ്ട് അതിലേക്ക്. ക്ഷമിക്കണം, നമുക്ക് അതിലേക്ക് തിരികെ എത്താം. നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അനൂപ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അച്ഛാദിൻ എവിടെ എന്ന ചോദ്യം, അങ്ങനെ കടുത്ത വിമർശനമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിക്കെതിരെ വന്നിരിക്കുന്നത്. ഈ അയോധ്യ വിഷയത്തിൽ മറ്റു ചില പ്രതികരണങ്ങൾ കൂടി വരുന്നത്, BJP ഇതിനെ ഈ ചടങ്ങിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് EP ജയരാജൻ പറയുന്നത്. അത് തിരിച്ചറിയാൻ മതേതര പാർട്ടികൾക്ക് കഴിയണം. മതം മതത്തിൻ്റെ വഴിക്കും വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും പോകണമെന്നും EP ജയരാജൻ പറഞ്ഞു. BJP അധികാരത്തിൽ വന്നത് മുതൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നയമെടുത്ത് നോക്കിയാലും ഈ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാനുള്ളതാണ്, ഏത് ബില്ലായാലും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിദ്വേഷമുണ്ടാക്കി BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അയോധ്യ ക്ഷേത്രവും ഉദ്ഘാടനവുമെല്ലാം. ഇത് തിരിച്ചറിയാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. മതനിരപേക്ഷ പാർട്ടികൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ജനാധിപത്യ ശക്തികൾ ഇത് മനസ്സിലാക്കും. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് അതിലേക്ക് അടുത്തതായി. ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും സോണിയാജിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വൈകാതെ തീരുമാനം എടുക്കുക, സമയമുണ്ടല്ലോ. അല്ല, ഇന്നലെ തന്നെ അങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ ഇനി ആരും നടത്തരുതെന്ന് പ്രത്യേകം AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അത് സംബന്ധിച്ച് യുക്തമായ തീരുമാനം AICC വൈകാതെ. കേരളത്തിലെ നേതാക്കന്മാർക്കാണോ നിർദ്ദേശം കൊടുത്തത്, അല്ലെങ്കിൽ രാജ്യത്താകമാണ്? രമേശ് ചെന്നിത്തലയാണ് ഈ നിർദ്ദേശവുമായി, അതായത് പരസ്യ പ്രസ്താവനകൾ അരുത് എന്ന നിർദ്ദേശം നൽകിയത്. അത് അനൂപ്, ഇപ്പോൾ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ശശി തരൂർ പറഞ്ഞ കാര്യം അനൂപ് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. മറുവശത്ത് BJP നാളെ പ്രധാനമന്ത്രി അയോധ്യയിലേക്കുന്നു, വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. BJPയുടെ ഒരു ഔദ്യോഗിക 2024 ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായി തന്നെ നാളത്തെ അയോധ്യയിലെ ഷോ മാറുമോ? മാറും. അതായത് അയോധ്യയിൽ നാളത്തെ പ്രധാനപ്പെട്ട പരിപാടി ഒന്ന് വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനമാണ്, രണ്ടാമത്തേത് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനമാണ്. 11,000 കോടി രൂപയുടെ പുതിയ വികസന പ്രവർത്തനങ്ങൾ അയോധ്യയിൽ നടക്കാൻ പോവുകയാണ്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ഉണ്ട്. ഒപ്പം തന്നെ 4 പുതിയ റോഡുകളുടെ ഉദ്ഘാടനമുണ്ട്. ഇങ്ങനെ വിപുലമായ പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയൊരു റോഡ് ഷോ നടക്കാൻ പോവുകയാണ്. റോഡ് ഷോ എന്ന് പറയുമ്പോൾ പരമാവധി ആളെ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം BJP കീഴ്ഘടകങ്ങൾക്ക് നൽകി കഴിഞ്ഞു. അതായത്
ഒരു വലിയ പരിപാടി നടക്കാൻ പോകുന്നതിന് മുൻപുള്ള അതിന് മുൻപുള്ള ഒരു റോഡ് ഷോ എന്ന നിലയിൽ സംഘടിപ്പിക്കുകയാണ് BJP. ഞങ്ങളുടേതാണ് രാമക്ഷേത്രം, ഞങ്ങളാണിത് പണിതത് എന്ന് ഇന്ത്യയോട് പറയാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമാണിത്. രണ്ടാം ഘട്ടം 22-ാം തീയതി രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും BJP ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു. 2024 ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞങ്ങൾ ജനങ്ങളോട് പറയാൻ പോകുന്നത് രാമക്ഷേത്രം സാധ്യമാക്കി എന്നത് തന്നെയാണ് എന്ന് BJP പറയുന്നു. BJP പുറത്തിറക്കിയ പ്രചാരണ വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ആദ്യ ഭാഗങ്ങളിൽ രാമക്ഷേത്രം, അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അച്ഛേദിൻ അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ റോഡുണ്ടാക്കി, ഞങ്ങൾ പാലമുണ്ടാക്കി, ഞങ്ങൾ വിമാനത്താവളങ്ങൾ പണിതു എന്നൊന്നും പറയുന്നതിനപ്പുറത്തേക്ക് ഗുജറാത്ത് മോഡൽ വികസനം എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ നരേന്ദ്രമോദി 2024 അതല്ല ലക്ഷ്യമാക്കുന്നത്, അല്ലെങ്കിൽ അതല്ല പ്രചാരണ വിഷയമാക്കാൻ പോകുന്നത്. രാമക്ഷേത്രവും ട്രിപ്പിൾ തലാഖും ഒപ്പം തന്നെ 370 എല്ലാമാണ് പ്രധാന പ്രചാരണ വിഷയമാക്കുന്നത്. അതിനപ്പുറം വികസനം എന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ പ്രഥമ പരിഗണന രാമക്ഷേത്രത്തിന് നൽകുന്നു. ആ അജണ്ട വെച്ച് ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു കെണിയായി ഒരുക്കി കോൺഗ്രസിനെ അതിൽ വീഴ്ത്താൻ